നമസ്കാരം. യൂട്യൂബിൽ ഇപ്പോൾ വളരെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കോൾ റെക്കോർഡുകൾ വിറ്റുകൊണ്ട് സൈബർ ആക്രമണം നടത്തുന്നു. വൻ റാക്കറ്റുകൾ, അതിലെ വലിയൊരു കണ്ണിയെയാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്. വിജയരാജ് അഞ്ചൽ എന്ന് പറയുന്ന വ്യക്തിയെ യൂട്യൂബറാണ്. അതുപോലെ തന്നെ പല വലിയ യൂട്യൂബേഴ്സും തങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞ് ഈ വിജയരാജിനെ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിജയരാജ് എന്ന് പറയുന്ന വ്യക്തി പല കോൾ റെക്കോർഡുകളും എടുത്തിട്ട് അത് പുറത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വെക്കുന്ന ഒരു രീതിയാണ് വിജയരാജ് മുന്നോട്ട് വെക്കുന്നത്. പല യൂട്യൂബേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഇദ്ദേഹം വന്നിട്ടുണ്ട്. അതുപോലെ പല പ്രമുഖ വ്യക്തികൾക്കെതിരെയും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു വ്യക്തിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ. റോബിൻ രാധാകൃഷ്ണനും അദ്ദേഹം പ്രണയിക്കുന്ന വ്യക്തി ആരതി പൊടിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പോലും ഈ വിജയരാജും കൂട്ടരും വെറുതെ വിട്ടിരുന്നില്ല. അദ്ദേഹത്തിനൊക്കെ നിരന്തരം ആക്രമിക്കുന്ന രീതിയാണ്. ഇവരുടെയൊക്കെ വോയിസ് റെക്കോർഡുകൾ, ഇവരുടെയൊക്കെ രഹസ്യ സംഭാഷണങ്ങളൊക്കെയാണ് ഇവർ മുതലെടുത്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പരസ്യമാക്കുകയും അവരുടെ സ്വകാര്യത നിമിഷങ്ങളെ അല്ലെങ്കിൽ സ്വകാര്യമായ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയും അതിലേക്ക് കുറേ മായങ്ങളൊക്കെ ചേർത്തുകൊണ്ട് വളരെ വലിയ തീഗോളം ഉണ്ടാക്കിക്കൊണ്ട് വളരെ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന രീതിയാണ് വിജയരാജും കൂട്ടരും ചെയ്തിരുന്നത്. അപ്പോൾ ഈ വിജയരാജിനെ പിടിച്ചതോടുകൂടി ഇനിയും ഇതിൻ്റെ പിറകിൽ ഒരുപാട് കണ്ണികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ്. മാത്രമല്ല, ഈ അടുത്ത ബിഗ് ബോസ് താരമായിട്ടുള്ള ജാസ്മിൻ ജാഫറിൻ്റെ ഇഷ്യൂവിലും ഈ വിജയരാജിൻ്റെ പങ്ക് നമുക്ക് തെളിയുന്നതാണ്. വിജയരാജ് ഏതോ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ജാസ്മിൻ ജാഫറിനെ കണ്ടു. പക്ഷെ ജാസ്മിൻ ജാഫർ മൈൻഡ് ആക്കിയില്ല. അപ്പോൾ വിജയരാജിനെ പോലെ സാധുവിനെ ഒരു ജാസ്മിൻ ജാഫർ ഒരു വലിയ ജാട കാട്ടി എന്നൊക്കെ രീതിയിലും പല യൂട്യൂബേഴ്സും പറയുകയുണ്ടായി. അപ്പോൾ വിജയരാജ് ഒരു പാവമാണ്, അദ്ദേഹത്തിനെ അവൾ മൈൻഡ് ആക്കിയില്ല, അവൾക്ക് പുച്ഛമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഫസ്റ്റ് തുടങ്ങിയത്. വിജയരാജിന് മൈൻഡ് ആക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പല യൂട്യൂബേഴ്സും ജാസ്മിനെതിരെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. എന്തായാലും ഈ ജാസ്മിനെതിരെ ഉണ്ടായ ഇത്രയും വലിയൊരു നെഗറ്റീവിൻ്റെ പിറകിൽ വിജയരാജും അദ്ദേഹത്തിൻ്റെ സംഘവും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ ജാസ്മിൻ ജാഫറും തൻ്റെ വോയിസും അതുപോലെ തന്നെ അതിനെതിരെ ഉണ്ടായ ജാസ്മിൻ ജാഫറും അവരുടെ ഫാദറും അതുപോലെ ബിഗ് ബോസിലെ താരമായിട്ടുള്ള സായി കൃഷ്ണയും തമ്മിലുണ്ടായ സംഭാഷണമൊക്കെ ഇവർ പുറത്തു വിടുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു തരത്തിലുള്ള ഇവർക്കെതിരെയുള്ള ത്രെഡണിങ്, ഒരു ഭീഷണിയുടെ ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ പുറത്തു വരികയും ഈ ഇത്തരത്തിലുള്ള ഫോണിലൂടെ സംഭാഷണം ചെയ്യുന്നതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് വിടുകയും പബ്ലിക്കിൽ അത് പരസ്യമാക്കുന്ന ഈ ഒരു പ്രവണത വളരെയധികം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് നിയന്ത്രിക്കേണ്ടതാണ്. അതിന് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ സായി കൃഷ്ണയുമായിട്ടൊക്കെ തന്നെ ഈ പറഞ്ഞ ആളുകളൊക്കെ വളരെ നല്ല സൗഹൃദത്തിലാണ്. യൂട്യൂബേഴ്സ്, മറ്റ് വലിയ യൂട്യൂബേഴ്സൊക്കെ തന്നെ വളരെയധികം നല്ല സൗഹൃദത്തിൽ തന്നെയാണ്. പക്ഷേ സായി കൃഷ്ണ ബിഗ് ബോസിലേക്ക് പോയതോടുകൂടി സായി കൃഷ്ണയുമായുണ്ടായ സംഭാഷണം പോലും ഇവർ പുറത്തിടുകയും, പക്ഷേ സായിയെ ഇവർക്ക് തൊടാൻ പേടിയാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ സായിയെ ഇവർ പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സായിയെ ഒരു അധികമായിട്ട് ആക്രമിക്കാതെ കൂടുതലായിട്ടും ജാസ്മിൻ്റെ ഫാദറിനെയാണ് ഇവർ ആക്രമണം ചെയ്യുന്നത്. അതുപോലെ ജാസ്മിനെയും ഒക്കെയാണ്. എന്നാൽ സായിയെ സൈഡിൽ കൂടെ ഒന്ന് ചൊറിയുന്നുണ്ട്. എന്തായാലും സായിക്ക് ഇവരുടെ മുഖംമൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. സായി പുറത്തിറങ്ങിയപ്പോൾ ഇവരോടുണ്ടായിരുന്ന സമീപനം വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും അതുപോലെ തന്നെ ജാസ്മിൻ ജാഫറിൻ്റെ മായിട്ട് കല്യാണം ഉറപ്പിച്ച അഫ്സലുമായിട്ടുള്ള വീഡിയോസും ചാറ്റിങ്സും ഒക്കെ പുറത്ത് കൊണ്ടുവരുന്നതിലും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാനൊക്കെ തന്നെ ഈ ഒരു വിജയരാജിൻ്റെ കൂട്ടുകാരുടെയൊക്കെ പങ്ക് വളരെ വലിയ വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഇതിനെതിരെ ജാസ്മിൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ജാസ്മിൻ ഇതുപോലെ കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം. ഇതിന് പിറകിലുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരണം. ജാസ്മിനും കൂടി ഇതിന് സപ്പോർട്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും ജാസ്മിനും ഇതുപോലെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളെപ്പോലുള്ള വ്യൂവേഴ്സിൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വോയിസ് റെക്കോർഡുകൾ ഇനിയും ഇതുപോലെ പുറത്തു വന്ന് മറ്റുള്ളവരെ പരസ്പരം തേജോവധം ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സിൻ്റെ ഈ ഒരു പ്രവർത്തനം നിയന്ത്രണത്തിൽ വരേണ്ടത് തന്നെയാണ്. താങ്ക് യു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.